അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഈ ഡിസംബർ ടൈമിൽ നെറ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ, നെറ്റ് എന്ന് പറയുന്നത് UGC NTA നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഒന്നാണ്. രാജ്യത്തെ 10 ലക്ഷത്തിലധികം ആളുകളൊക്കെ എഴുതുന്ന ഒരു പരീക്ഷ കൂടിയാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അതിൽ അറബിക്കിനെ മെയിൻ സബ്ജക്റ്റായി സെലക്ട് ചെയ്തുകൊണ്ട് എഴുതുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ. 2000-നും 3000-നും ഇടയിലാണ് പൊതുവെ അറബിക്കിന് രാജ്യത്തുടനീളം എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ് എന്നതുകൊണ്ട് തന്നെ കുറെ കൂടി മത്സരം കൂടുതലായിരിക്കും. അവന് നെറ്റ് JRF ഒക്കെ ലഭ്യമാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുറെ കൂടി സീരിയസ് ആയ രൂപത്തിൽ പ്രിപ്പറേഷൻ നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആ രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണെങ്കിലാണ് നമുക്ക് ഈ ഡിസംബറിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. വളരെ നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരോട് കൂടിയാണ് നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അവരെടുക്കുന്ന എഫേർട്ടിനേക്കാൾ നല്ല രീതിയിൽ ഒരുങ്ങുക, എഫേർട്ട് എടുക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷന് കുറെ കൂടി സഹായകമാവുന്ന ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആകുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്റെ വോയിസിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? വോയിസിന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ സ്ക്രീനിലെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചതുണ്ട്, അതിന്റെ ആൻസർ ഒന്ന് പറയൂ. നിങ്ങൾ ഈ ഡിസംബർ ടേമിനുള്ള പ്രിപ്പറേഷനിൽ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രിപ്പറേഷനുകൾ ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾ എത്രത്തോളം സംതൃപ്തരാണ് എന്നുള്ളതാണ്. വളരെ സംതൃപ്തരാണോ, ന്യൂട്രൽ ആണോ, അസംതൃപ്തിയാണോ, അങ്ങേയറ്റം അസംതൃപ്തിയാണോ എന്നുള്ളതാണ് നിങ്ങളൊന്ന് പറയേണ്ടത്. ഓക്കെ, പല ആളുകളും ന്യൂട്രലും ഒക്കെയാണ്, കുറഞ്ഞ ആളുകൾ സംതൃപ്തരുമാണ്. ഓക്കെ, അപ്പൊ സംതൃപ്തരാവണം എല്ലാവരും എന്നുള്ളതാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളും പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെയാണ്. ഒരു സംതൃപ്തികരമായ ഒരു രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇൻഷാല്ല നമ്മൾ ചില കാര്യങ്ങളൊന്ന് പറയുക, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പല ആളുകൾക്കും ഇതിന്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. നെറ്റ് എക്സാം എന്ന് പറയുന്നത്
എന്താണ് എന്നും, അത് അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് നമുക്ക് കുറെ കൂടി ആക്സസ് നൽകുന്നതാണ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് അപ്പയർ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ ആളുകൾക്ക് അതില് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഫസ്റ്റ് ഇയർ ആകുന്ന സമയത്ത് എഴുതുന്നതിന് നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല, പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ റിസൾട്ട് വെയിറ്റിംഗ് ആണ് എന്ന രൂപത്തിൽ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ഇയേഴ്സിനും PG ഫസ്റ്റ് ഇയേഴ്സിനും എന്ത് ചെയ്യാം, നെറ്റ് എക്സാം അപ്ലൈ ചെയ്യാം, എഴുതാം, കുഴപ്പമില്ല. പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന ഒരു സമയത്ത് ഈ രീതിയിലാവണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ 35 ഇയേഴ്സ് ആണ് OBC പോലെയുള്ള റിസർവ്ഡ് കാറ്റഗറിക്ക്. അതേപോലെ ഗേൾസിനും 35 എന്ന് പറയുന്നതാണ്. OBC ഗേൾസ് ആണ് എന്നുള്ളത് കൊണ്ട് 2 റിലാക്സേഷൻ ഉണ്ടാവില്ല. 5 വർഷത്തിന്റെ ഒറ്റ റിലാക്സേഷൻ മാത്രമേ എല്ലാ കാറ്റഗറൈസിനും അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറൈസിൽ എല്ലാ ആളുകൾക്കും ഉണ്ടാവുള്ളൂ. അപ്പൊ 35 എന്ന് പറയുമ്പോൾ 35 വയസ്സ് ആയിട്ട് 36 വയസ്സാകുന്നത് വരെ എന്നുള്ളതല്ല, 35 വയസ്സാകലോടുകൂടി എന്ത് ചെയ്തു, അതിന്റെ ഓപ്ഷൻ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ PhD അതിന് നമുക്ക് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഫെലോഷിപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 ആയിരിക്കും. 35 ആവലോട് കൂടി അത് അവസാനിക്കും. അപ്പൊ 150 ക്വസ്റ്റ്യൻ ഉള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് നമ്മൾ നേരിടേണ്ടത്. അറബിക് ആകുന്ന സമയത്ത് 50 ക്വസ്റ്റ്യൻ ഉള്ള ജനറൽ പേപ്പർ 1 എന്ന് പറയുന്നതും, ശേഷം അറബിക് എന്ന് പറയുന്ന സബ്ജക്ട് പേപ്പർ, അത് 100 ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ളതാണ്. രണ്ടിലും 10 യൂണിറ്റുകളാണ്. അങ്ങനെ രണ്ടിലും 10 യൂണിറ്റുകളുടെ മൊത്തം 20 യൂണിറ്റ് ആണ് നെറ്റ് എക്സാമിന് അറബിക്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ളത്. 20 യൂണിറ്റ് ആണ് അറബിക്കിലും പേപ്പർ 1 ഉൾപ്പെടെ 20 യൂണിറ്റ് നമുക്ക് വായിക്കാനുണ്ട്, അല്ലെങ്കിൽ വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ 20 യൂണിറ്റുകൾ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കും, അതിന്റെ പ്രായോഗിക ഒരു രീതി എങ്ങനെയാണ്, ഇതാണ് നമുക്ക് ശരിക്ക് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവിടെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒരു ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏറെക്കുറെ 55 ദിവസമാണ്. ഓക്കെ, ഡിസംബർ 31 എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡിസംബറിലെ 31 ദിവസവും നവംബറിൽ ഇനി അവശേഷിക്കുന്ന 26 ദിവസം, 30, 26, ഏകദേശം 56 ദിവസമാണ്. ഓക്കെ, അപ്പൊ ഈ 56 ദിവസത്തെ എങ്ങനെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഓക്കെ, വളരെ ചുരുങ്ങിയ ആളുകൾക്കല്ലേ JRF കിട്ടുള്ളൂ, എനിക്ക് എങ്ങനെയാ കിട്ടുക എന്ന ആശങ്കയല്ല. നമുക്ക് ഒറ്റ JRF മതി. രാജ്യത്തെ അറബിക്കിൽ 20 JRF ഏകദേശം ലഭ്യമാകുന്നുണ്ട്. 20 കുട്ടികൾക്ക് JRF കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഈ PWD ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉൾപ്പെടെ വിവിധ കാറ്റഗറിയിൽ വരുന്ന അവർ ഉൾപ്പെടെ ടോട്ടൽ 20 JRF കഴിഞ്ഞ തവണയും ഉണ്ടായിട്ടുണ്ട്, അതിന് മുന്നത്തെ തവണയും രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് നാഷണൽ ലെവലിൽ. അപ്പൊ അതിലൊരു JRF നമുക്ക് വേണ്ടതുള്ളൂ, ബാക്കി എന്നാലും 19 JRF ബാക്കിയാണ്. അപ്പൊ നമ്മൾ JRFന്റെ എണ്ണത്തെ കുറിച്ചോ അത് വളരെ ചുരുങ്ങിയ അളവിലല്ലേ കൊടുക്കുന്നുള്ളൂ എന്നതിലൊന്നും നമുക്ക് എന്താ വേണ്ടതില്ല, ആശങ്ക വേണ്ടതില്ല. പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ആശങ്കകളാണ്, ആത്മവിശ്വാസം ഇല്ലായ്മകളാണ് നമ്മെ പലപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മൈൻഡിലേക്ക് അനാവശ്യമായ സ്ട്രോക്കുകൾ, മെസ്സേജുകൾ കൊടുക്കാതിരിക്കുക, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെന്റാലിറ്റി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യാനുള്ളത്. പരീക്ഷ അടുക്കും തോറും ആത്മവിശ്വാസത്തിന് ഉതകുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക എന്നതല്ലാതെ നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന, നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ വളരെ വളരെ വീക്കായി പോകുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ആലോചനകളോ മനസ്സിന് കൊടുക്കാതിരിക്കുക. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ സമയമെടുത്ത് പഠിക്കുക. സമയമല്ല ഇല്ല എന്ന ആളുകൾ പലരും പരാതി പറയുന്ന ഒരു ഘടകമാണ്. ഞാൻ പൊതുവെ ഐഫറിലെ കുട്ടികളോട് പറയാറുള്ളത്, ടൈം ഇല്ലാത്ത ബിസി ഉള്ള ആളുകൾക്ക് ഇതില്ല, പ്രത്യേകിച്ച് റിസർവേഷൻ ഇല്ല. ഓക്കെ, OBCക്ക് റിസർവേഷൻ ഉണ്ട്. PWDയിൽ തന്നെ വിഷ്വലിൽ എങ്ങനെ ലോക്കോമോട്ടീവ്, ഇങ്ങനെ 3-4 കാറ്റഗറിക്ക് സ്പെഷ്യൽ ഇളവുകൾ ഉണ്ട്. ബിസിയുള്ള ആളുകൾക്കൊന്നും അവർക്ക് പഠിക്കാൻ സമയമില്ലല്ലോ, അപ്പോൾ അവർക്ക് ഒരു 100 മാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ 150 കിട്ടിയാൽ JRF കൊടുക്കാം, അങ്ങനെ ഒരു റിസർവേഷൻ ഇല്ല. അതുകൊണ്ട് സമയമുള്ളവർക്കുള്ളതാണ് JRF. JRF കിട്ടുകയും വേണം, സമയം ഉപയോഗപ്പെടുത്താൻ
പറ്റില്ല, നോ ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സമയമുള്ള, തയ്യാറെടുക്കാൻ മനസ്സുള്ള, ഇതിനു വേണ്ടി ടൈം വിനിയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ UGC NTA JRF കൊടുക്കുന്നുള്ളൂ. അല്ലാതെ പഠിക്കാൻ ഒട്ടും സമയമില്ലാത്ത, സിലബസിന്റെ കണ്ടന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് ടെസ്റ്റുകൾ ചെയ്യാൻ, അതിന്റെ വീഡിയോ ക്ലാസ്സുകളൊക്കെ കണ്ട് കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാൻ സമയമില്ലാത്ത ആളുകൾക്ക് കയ്യിൽ കൊടുക്കാനുള്ള JRFും UGCയുടെ കൈവശം നിലവിൽ ഇല്ല. ഈ കാര്യം ക്ലിയർ ആണോ? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഓക്കെ, പല ആളുകളുടെക്കും പല കൺഫ്യൂഷൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷനുകളിൽ ഒന്ന് ഇതാണ്. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യോ. ഇനി എനിക്ക് ദിവസം ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ പഠിക്കാനുള്ള സമയം ഞാൻ കണ്ടെത്തും. അതിനുള്ള ടൈം എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ടൈം ഞാൻ എന്റെ മറ്റു പല കാര്യങ്ങളും മാറ്റി വെച്ച് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നതിന് റെഡി ആയിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യും. ഐ ആം റെഡി എന്നൊന്ന് കമന്റ് ചെയ്യും. പറഞ്ഞത് ക്ലിയർ അല്ലേ? നിങ്ങൾ എന്താ കമന്റ് ചെയ്യേണ്ടത് ക്ലിയർ ആണല്ലോ അല്ലെ? ഐ ആം റെഡി എന്നാണ് കമന്റ് ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ, സന്തോഷം. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയാണ്. പഠിക്കാൻ സമയമില്ല എന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പൊ ഫസ്റ്റ് കടമ്പ നമ്മൾ വിജയിച്ചു. ഓക്കെ, ഇതിൽ ആദ്യം വേണ്ടത് സമയമാണ്. നിങ്ങൾക്ക് മെറ്റീരിയൽ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഐഫറിന്റെ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റുകൾ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഐഫറിന്റെ കീ ബുക്ക് കയ്യിലുണ്ട്, പക്ഷെ ടൈം കയ്യിലില്ല. ദെൻ ഹൗ കാൻ യു സ്റ്റഡി? എങ്ങനെ പഠിക്കാൻ പറ്റും? അപ്പൊ പഠിക്കാൻ പറ്റണമെങ്കിൽ, നെറ്റ് ക്വാളിഫൈ, JRF ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആദ്യം ഉണ്ടാവേണ്ടത് ടൈമാണ്, മെറ്റീരിയൽ അല്ല. ആദ്യം ഉണ്ടാവേണ്ടത് ടൈമാണ്. ആ ടൈം ഉള്ളവരുടെ കൈകളിൽ മെറ്റീരിയലും വീഡിയോസും ടെസ്റ്റുകളും ബുക്കുകളും ഇതൊക്കെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. സമയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നെറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ നടത്താവുന്ന 100 ഗൈഡുകളോ അല്ലെങ്കിൽ 100 മെറ്റീരിയലുകളോ 1000 കണക്കിന് ടെസ്റ്റുകളും വീഡിയോസുകളുമോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ചില ഉദാഹരണം, നായന്റെ കയ്യിൽ മീമന്ത, എന്താ കുരങ്ങന്റെ കയ്യിൽ മീമന്തേങ്ങ കിട്ടിയ മാതിരി എന്നൊക്കെ ചില പഴമക്കാര് പറയാറുണ്ട്. ഇതേപോലെ ഇതെങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച്, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അൽഹംദുലില്ലാ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കയ്യിൽ ടൈം ഓക്കെയാണ്, നിങ്ങൾ അതിന് റെഡിയാണ്. അപ്പൊ ഈ റെഡിയുള്ള നിങ്ങളാണ് ഇനി എന്താ വേണ്ടത്? വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ട് ഈ ഡിസംബറിൽ ക്വാളിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ 50 ദിവസം മതിയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ 1000 ദിവസം 500 ദിവസം എന്നുള്ളതല്ല. നിങ്ങൾ ഒരു ദിവസം എത്ര സീരിയസ് എഫേർട്ട് എടുത്ത് പഠിക്കുന്നു, വളരെ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഡിസംബറിലെ നെറ്റും JRFും നിങ്ങൾക്കുള്ളതാണ്. അല്ലാതെ 100 ദിവസം പഠിച്ച ആളുകൾക്ക് എല്ലാവരും JRF കൊടുക്കുക, അങ്ങനെ ഒരു തിയറി UGCക്ക് ഇല്ല. അല്ലെങ്കിൽ 150 ദിവസം നന്നായിട്ട് വായിച്ച ആളുകൾക്ക് JRF കൊടുക്കുന്ന തിയറി അല്ല UGCക്ക് ഉള്ളത്. എഴുതുന്ന പരീക്ഷയിൽ ഏറ്റവും മുന്നിലെത്തുന്ന 1% JRF കൊടുക്കും, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ശതമാനത്തിന് JRF കൊടുക്കും. അതിൽ കുറച്ചുകൂടി കൂടുതൽ ആളുകൾക്ക് നെറ്റ് കൊടുക്കും. അതിലും കുറച്ചുകൂടി കൂടിയ ആളുകൾക്ക് PhD കൊടുക്കും, PhD ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൊടുക്കും. അപ്പോ നിങ്ങൾ വിനിയോഗിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി കിടക്കുന്ന ദിവസം എത്ര എന്നുള്ളതല്ല, നിങ്ങൾ എത്ര സമയം ഇതിനിരിക്കുന്നു, ടോട്ടൽ ഹവർ എത്ര നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്
അത് തന്നെ എത്ര ക്വാളിറ്റിയോടുകൂടി നിങ്ങൾ ചെലവഴിക്കുന്നു. നിങ്ങൾ അലസമായിട്ട് എന്തോ വായിച്ചു പോകുന്നു, മനസാന്നിധ്യമില്ല, കാര്യമില്ല. നിങ്ങൾ വളരെ ഇതിനു വേണ്ടി തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇതിനു വേണ്ടി നിങ്ങൾ ഇരിക്കുന്നു എങ്കിൽ ദീസ് ടൈം ഫോർ യു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ജൂണിൽ 6 മാസം ഉണ്ട് എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്ക് JRF കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, എടുക്കുന്ന എഫേർട്ട് ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക, മറ്റു കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്യുക. ഈ ഒരു 2 മാസത്തിനടുത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ വളരെ വളരെ ലാവിഷായ രൂപത്തിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഉപേക്ഷിക്കണം. നമ്മുടെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ആപ്പുകൾ, വെറും എന്റർടൈൻമെന്റുകൾ, നെറ്റ്ഫ്ലിക്സോ ഇൻസ്റ്റയോ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സന്ദർശനം കുറയ്ക്കുകയോ, നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ചു കളയും അത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെ തൽക്കാലം അൺഇൻസ്റ്റാൾ ചെയ്ത് മാറ്റി വെക്കുകയോ ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി ജീവിക്കുന്നത് റീലുകളുടെ ഒരു കാലത്താണ്. വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ് മൈൻഡ്. നമുക്ക് കൂടുതൽ ടൈം ഒന്നിൽ സ്പെൻഡ് ചെയ്യാനേ പറ്റുന്നില്ല. നേരത്തെ 60 അരമണിക്കൂറും 15 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്ന വീഡിയോകൾ റീലുകൾ ആവുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ആളുകൾക്ക് കൂടുതൽ ടൈം ഒന്നിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കോൺസെൻട്രേഷൻ സ്കില്ല് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ആ സ്കില്ല് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ മറ്റ് ആപ്പുകൾ നമ്മുടെ കൺമുന്നിൽ ഫോണിൽ തെളിഞ്ഞു വന്നാൽ നമ്മൾ വീണ്ടും അതിലേക്ക് പോകും. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും, നമ്മൾ ഡീവിയേറ്റഡ് ആയി പോകും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ സ്വയം ഒരു കവചം നമുക്ക് ഒരുക്കണം. നമ്മൾ അത്തരം കാര്യങ്ങളെ മെല്ലെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ടൂളിന്റെ ഉള്ളിലാക്കി വെച്ചിട്ട് അത് നമ്മുടെ ശ്രദ്ധ പതിയാത്ത രീതിയിലാക്കി വെക്കണം. കാരണം നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു 55 ദിവസം പഠിക്കാനുണ്ട്. നമുക്ക് നെറ്റ് JRF ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു എയിം സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള എഫേർട്ടുകൾ എടുക്കേണ്ടതുണ്ട്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളെ പേഴ്സണലൈസ്ഡ് ആക്കി നമ്മുടെ കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് ഒക്കെ പഠനവുമായി ബന്ധപ്പെട്ട രൂപത്തിലേക്ക് പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ പഠനത്തിന് അനുഗുണമായ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനും നിങ്ങൾ റെഡിയല്ലേ? അല്ലെ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ. എല്ലാവരും റെഡിയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ആണ് എങ്കിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയാൽ, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ കിട്ടിയാൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അതല്ലാതെ നമ്മള് ഭയങ്കര ആവേശക്കാരായിട്ട് ആരംഭ ശൂരത്വം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പവർഫുൾ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതല്ല വളരെ ലോലമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് അന്നായിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് പഠിക്കാം, ഇന്ന് നമ്മൾ ഏതായാലും ഔട്ടിങ്ങിന് പോവാം, അല്ലെങ്കിൽ ഇന്ന് ഏതായാലും നമ്മൾ പുറത്ത് കറങ്ങാൻ പോവാം, എന്നിട്ട് എന്ത് ചെയ്യാം, നാളെ തുടങ്ങാം. അങ്ങനെ നാളെ നാളെ നീളെ നീളെ എന്നാകും എന്നല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും സംഭവിക്കില്ല. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളത്. ഇനി ഇങ്ങനെ നമ്മളെ റെഡിയാണ്, ടൈം നമ്മൾ കണ്ടെത്തി, നമ്മുടെ മനസ്സിനെ നമ്മൾ സെറ്റാക്കി, ഇനി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക? അതിന് നമ്മൾ സ്വീകരിക്കാവുന്ന സ്ട്രാറ്റജി എന്താണ്? നമ്മളെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ? ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കണം. നമ്മൾ ഒരു സ്ഥലത്ത് കളിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൗണ്ട് എങ്ങനെയാണ്, ആ കളി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് തിരിയണല്ലോ. അത് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് അവര് പാറ്റേൺ സ്വീകരിച്ചിട്ടുണ്ടാകും. ആ പാറ്റേൺ എന്താണ് എന്ന് മനസ്സിലാവണം. ഓക്കെ, നമ്മള് പൊതുവെ മത്സര പരീക്ഷകളിൽ പലപ്പോഴും മുൻകാല ചോദ്യങ്ങൾക്ക് എന്തുണ്ടാകും, പ്രസക്തി ഉണ്ടാകും. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകള്, മോക്ക് ടെസ്റ്റുകൾ, ഇതിലൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ അറബിക് പുസ്തകങ്ങള് നമ്മളെ മെറ്റീരിയലിൽ കുറെ കൂടി ഡീപ്പ് ലെവലിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സഹായകമാകുന്ന ജയ്യാത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. സമയത്തിനനുസരിച്ച് ആദ്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ വായിച്ചു തീർക്കുക എന്നുള്ളത്. അതിനുശേഷം എക്സ്ട്രാ റീഡിങ് നിർത്തുക. ആദ്യം തന്നെ എക്സ്ട്രാ റീഡിങ്ങിലേക്ക് പോയാൽ നമ്മൾ എവിടെ എത്തൂല. ചില ആളുകൾ ആദ്യം തന്നെ ഉമ്മാത്തുൽ കുത്തുബ് വായിച്ചങ്ങോട്ട് തീർക്കട്ടെ എന്ന് കരുതും. പക്ഷെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയ രൂപത്തിൽ വളരെ കൺഫൈൻഡ് ആയിട്ടൊക്കെ നമുക്ക് പോളിഷ് ചെയ്ത് തന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ കൈവശം ഉണ്ടെങ്കിൽ ആദ്യം അത് കോൺസെൻട്രേറ്റ് ചെയ്യാം.
മറ്റേത് വൈഡ് ആയിട്ടുള്ള, അത് നെറ്റിന് വേണ്ടി എഴുതിയതല്ല, അതിൽ നിന്ന് നെറ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അത് വൈഡാണ്. അതിൽ പല ആളുകളെയും നമുക്ക് പല ഭാഗങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ടതായിരിക്കില്ല. അപ്പൊ നമുക്ക് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയാവുന്ന കണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ആശ്രയിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ശേഷം ടൈം മാനേജ്മെന്റ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ദിവസത്തെ പഠന രീതിയിൽ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ടൈം എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തും എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മൾ അത് റിട്ടൺ ആയിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മുടെ സ്റ്റഡി ടേബിളിലോ മറ്റോ അത് നമ്മൾ വിസിബിൾ ആയ ഒരു സ്ഥലത്ത് നമ്മൾ അത് വെക്കുകയും വേണം. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ടത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകൾ ഒരു ദിവസം പഠിക്കും, 4 ദിവസം പിന്നെ പൊടി പോലും ഇല്ല കാണാൻ. ഇതായിരിക്കും അവസ്ഥ. അതിൽ കാര്യമില്ല. നിങ്ങൾ ഒരു ദിവസം ബ്രേക്ക് എടുത്താൽ അത്രയും നിങ്ങൾ മറന്നു. നമ്മൾ ലൈവ് ആയിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ലൈവ് ആവാതിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് മറവി സംഭവിക്കും. അപ്പൊ മറവി എന്നുള്ളതിനെ കുറിച്ച് ചില ആളുകൾക്ക് ഭയങ്കര ആശങ്ക. നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത്, ഇന്ത്യയിൽ 10 ലക്ഷം ആളുകളാണ് നെറ്റ് എക്സാം മൊത്തത്തിൽ എഴുതുന്നതെങ്കിൽ ആ 10 ലക്ഷം ആളുകൾക്ക് മറവിയുണ്ട്. മറവി ഇല്ലാത്ത ഒരു മനുഷ്യനും നെറ്റ് എക്സാം എഴുതുന്നില്ല. അപ്പൊ ഈ മറവി ഇല്ലാത്ത ആളുകൾക്ക് ജെആർഎഫ് കിട്ടുക, മറവിയുള്ള ആളുകൾക്ക് ജെആർഎഫ് നഷ്ടപ്പെടുക, ഇതല്ല സംഭവിക്കുന്നത്. ആ മറവിക്ക് എങ്ങനെ നമ്മൾ മരുന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. മറവി നിരന്തരം സംഭവിക്കുന്നു, നമ്മൾ നിരന്തരം ആവർത്തിക്കുന്നു. അങ്ങനെ ആവർത്തനങ്ങളെ കൊണ്ട് മറവിയെ മറികടക്കുന്നു. അല്ലെങ്കിൽ ചില ടിപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കണക്റ്റിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മറവിയെ മറികടക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ മറവിയെ കുറിച്ച് ആശങ്കപ്പെട്ടാൽ ഉള്ള കാര്യം കൂടി മറന്നു പോകുന്നുള്ളതല്ലാതെ മറ്റൊരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോ മറവി സംഭവിക്കാതിരിക്കാൻ നമ്മൾ നിർബന്ധമായും സ്വീകരിക്കേണ്ടത് വളരെ വളരെ കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ലൈവായി തന്നെ തുടരുക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മുടെ ഈ ഒരു പറയുന്ന സജീവത, ആക്റ്റീവ്നെസ് നഷ്ടപ്പെടുന്നുവോ അതിനനുസരിച്ച് മറവി കൂടും. പിന്നെ നമുക്കൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യും. അന്നൊക്കെ പഠിച്ചൊക്കെ മറന്ന് ഇനി തലക്കന്ന് തുടങ്ങണമല്ലോ എന്നൊരു ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചില രോഗികളൊക്കെ മെന്റലി ഡൗൺ ആകുന്നത് കൊണ്ടാണ് എന്താകുന്നത്, അവരുടെ മരുന്നുകൾ ഫലിക്കാത്തത്. ഇതേപോലെ നമ്മൾ മെന്റലി ഡൗൺ ആയാൽ, ക്രാക്ഡ് ആയാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷന്റെ ട്രാക്കിലേക്ക് വരിക എന്നുള്ളത് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് മെന്റലി ഒരു ഘട്ടത്തിൽ നമ്മൾ ഡൗൺ ആവാതിരിക്കണം. ഡൗൺ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ നന്നായി പഠിക്കാം. നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ. തീരെ പഠിക്കുന്നില്ല, ഡൗൺ ആകുന്നില്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ടൈം എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ടോ അതിനാനുപാതികമായിട്ട് നമ്മൾ പഠിക്കണം, പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് നമ്മുടെ ഒരു മെന്റൽ കോൺഫിഡൻസ് നമ്മൾ കീപ്പ് ചെയ്യുകയും വേണം. ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഭേദപ്പെട്ട റിസൾട്ട് സൃഷ്ടിക്കാൻ സാധിക്കും. ഓക്കെ. സിലബസും PYQവും ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലബസ് കൃത്യമായി മനസ്സിലാക്കുകയും PYQസുകളൊക്കെ നന്നായിട്ട് ചെയ്യുകയും ചെയ്താൽ നമുക്ക് എന്താക്കാൻ പറ്റും, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ. പല ആളുകൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവും. സിലബസ് മനസ്സിലാകാൻ, സ്ഥിരമായിട്ട് പഠിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര സ്ട്രെസ്, ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല, PYQ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സുകൾ അത് കൃത്യമായിട്ട് പര്യാപ്തമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. ഇങ്ങനെ പരാജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് പരാജയത്തിന്റെ കാരണങ്ങൾ. ശത്രുവിനെ തിരിച്ചറിയുക എന്നുള്ളത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ നമ്മെ പലപ്പോഴും വഴിയിൽ വീഴ്ത്തുക ഇത്തരം കുറെ നെഗറ്റീവ് കാര്യങ്ങളാണ്. അപ്പൊ ആ നെഗറ്റീവുകൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഒരുപക്ഷെ തടഞ്ഞേക്കാവുന്ന ഘടകങ്ങൾ അതെന്താണ് എന്ന് നല്ല ധാരണ ഉണ്ടാവൽ അത്യാവശ്യമാണ്. ഓക്കെ. അപ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോകേക്കാവുന്നത്. നമ്മുടെ ചവിട്ടടിയിൽ കുഴിയിലേക്കുള്ള ചവിട്ടടിയായി പോവില്ലേ എന്ന് നമുക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ അകപ്പെട്ടു പോവാതിരിക്കും. അതേപോലെ ലൈവായിട്ടുള്ള ക്ലാസ്സുകള്, കണ്ടന്റുകൾ, വീഡിയോ ലെസൺസ്, ഇതൊക്കെ നമ്മൾ പരമാവധി പൈഫറിന്റെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് വീഡിയോസ് നെറ്റ് കണ്ടന്റുമായി ബന്ധപ്പെട്ടത് അവൈലബിൾ ആണ്. അപ്പൊ അത്തരം ഒതന്റിക് ആയിട്ട് നമുക്ക് ആശ്രയിക്കാവുന്ന ഒരുപാട് സെഷൻസും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തണം. പിന്നെ നമ്മുടെ ഇന്നത്തെ സെഷന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. നല്ലൊരു സ്റ്റഡി പ്ലാൻ, ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ
ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ 10 യൂണിറ്റാണല്ലോ നമ്മൾ പറഞ്ഞു. അപ്പൊ സമാന്തരമായിട്ട് പേപ്പർ വണ്ണിന് ഒരു സ്റ്റഡി പ്ലാന്, അറബിക്കിന് ഒരു സ്റ്റഡി പ്ലാൻ. ഈ സ്റ്റഡി പ്ലാൻ ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിലെ അബ്ബാസി കാലഘട്ടം വരെയുള്ള കവിതകൾ, ഇതാണ് ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഒരു ഭാഗം നമ്മൾ എടുക്കുകയാണ്. ബേസിക് ഓഫ് ദി ലാംഗ്വേജ്, ബേസിക് ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു സബ് ടോപ്പിക്. മറ്റൊന്ന് മുഅല്ലക്ക, മറ്റൊന്ന് സുഅലൂക്ക്, മറ്റൊന്ന് മുഹറമുകള്, മറ്റൊന്ന് അമവികള്, മറ്റൊന്ന് അബ്ബാസി കവികൾ. ഇങ്ങനെ ഒരു 6 പാർട്ടാണ് നമുക്കുള്ളത്. ഓക്കെ, 6 പാർട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 6 പാർട്ടുകൾ എങ്ങനെ നമ്മൾ കവർ ചെയ്യും, ഇതാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ നമുക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് ഓഫ് ലാംഗ്വേജ് വളരെ ചെറിയൊരു ഭാഗമാണ്, സോലൂക്കും ആപേക്ഷികമായിട്ട് ചെറിയതാണ്. അപ്പൊ ഒന്നാമത്തെ ദിവസം തന്നെ ബേസിക് ഓഫ് ദി ലാംഗ്വേജും സോലൂക്കും നമ്മൾ കവർ ചെയ്യണം. ഓക്കെ, അതിന്റെ കൂടെ നിങ്ങൾ ഐഫറിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൽ ഫ്രീ ക്ലാസ്സുകൾ, നിങ്ങളുടെ ബാച്ചിന്റെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആകിയുണ്ടാവും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഐഫറിസം എന്ന് പറയുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാകും. നിരന്തരം കുട്ടികൾ ഐഫറിസം റൂം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോ ഒരു സ്റ്റഡി റൂം വേണ്ടവർക്ക് കയറി പഠിക്കാം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിലെന്ത് ചെയ്യുന്നു, ഒരു സമയം ഓരോരുത്തർ കുറെ ഒരാളുകൾ വന്ന് വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സമയത്ത് വീണ്ടും വായന ഉണ്ടാകും. അപ്പൊ അതില് പറ്റുന്ന ആളുകൾ ആ സമയത്ത് ജോയിൻ ചെയ്യും. ഇങ്ങനെ ഓരോ ആളുകൾക്കും കൺവീനിയന്റ് ആയ രൂപത്തിൽ അതിൽ കയറാം, ആ സമയത്ത് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാം, വായനയിൽ ഭാഗമാവാം. ഈ രീതിയിലുള്ള ഐഫറിസം റൂമിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. അന്നൊരു ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ നടക്കും. എല്ലാ ദിവസവും ഒരു സെറ്റ് ഡിസ്കഷൻ ടെസ്റ്റ് ഉണ്ടാവും, ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഡിസ്കഷൻ ഉണ്ടാകും രാത്രി. അപ്പോ നിങ്ങൾക്ക് രാത്രി ആ ഡിസ്കഷനിൽ പങ്കെടുക്കാം. ഇങ്ങനെ ഒരു ദിവസം മിനിമം ലെവൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്റ്റഡി പ്ലാനിൽ ഉണ്ടാവുക. അതിലും കൂടുതലാവുക എന്നുള്ളതല്ലാതെ അതിൽ കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോ ഈ രീതിയിൽ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ മിനിമം ലെവലിൽ എന്ത് എന്ന് നമുക്ക് കൃത്യമായി ഗൈഡ് നൽകുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോകില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകില്ല. അപ്പൊ ഈ വ്യതിചലിച്ചു പോവാതിരിക്കാൻ ഒരു കവചമാണ് നമ്മൾ നൽകുന്ന, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിറ്റേ ദിവസം JRF ക്ലബ് ആയിരിക്കുമ്പോ ഡിസ്കഷൻ, ആ ഡിസ്കഷനിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇങ്ങനെ നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. JRF ക്ലബ്ബ് എന്ന് പറയുന്നത് തന്നെ ഐഫറിന് യൂണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. പേപ്പർ വണ്ണിനും അറബിക്കിനൊക്കെ PYQ ഡിസ്കഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PYQസുകൾ മത്സര പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ മത്സര പരീക്ഷകൾക്ക് പൂർവ്വകാല ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, അതിന്റെ റെലവൻസ് എന്താണ്, ഓരോ യൂണിറ്റുകൾ എങ്ങനെയൊക്കെയാ വരുന്നത്, ഈ ഒരു ധാരണ നമുക്ക് ഉണ്ടാവാൻ ഈ പറയുന്ന PYQസുകൾ ഉപകാരപ്പെടും. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള സെഷനുകളാണ് JRF ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പൊ അതില് പങ്കെടുക്കുമ്പോൾ നമുക്ക് കുറെ കൂടി ഒരു ഇൻസൈറ്റുകൾ പരീക്ഷ സംബന്ധമായിട്ട് കിട്ടും. അതിന് പുറമെ നമ്മള് വീക്കിലി 50 ക്വസ്റ്റ്യൻ സെറ്റ് പ്രൊവൈഡ് ചെയ്യും. മന്ത്ലി ഒരു കറക്റ്റ് നെറ്റ് എക്സാമിന്റെ ഒക്കെ രൂപത്തിൽ 150 ക്വസ്റ്റ്യന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, സെറ്റ്. അവസാന മാസമാകുമ്പോൾ ARF എന്ന് പറയുന്ന നെറ്റിന്റെ അതേ പാറ്റേണിലുള്ള 150 ക്വസ്റ്റ്യൻ സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാം നമ്മൾ നടത്തും. അപ്പൊ നിരന്തരം ടെസ്റ്റുമായി നിങ്ങളെ ഫെമിലിയർ ആക്കുക, എക്സാമിന്റെ ഒരു ഓറിയന്റേഷൻ ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് നൽകുക. ഇതൊക്കെ നമ്മൾ എന്തിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നതാണ്, പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റൂ, കാര്യങ്ങൾ അവൈലബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ കുറെ കൂടി നല്ല രൂപത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി ഗ്രൂപ്പുകളിലും ഒക്കെ നടക്കുന്ന വളരെ സജീവമായിട്ടുള്ള വായനകള്, ഇപ്പോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഓരോരുത്തർ ആൻസർ പറയുക. അപ്പൊ നമ്മൾ കുറെ ചോദ്യങ്ങൾ നേരത്തെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും ചില. അപ്പൊ അവർക്കൊക്കെ കുറെ കൂടി നല്ല ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പൊ അവര് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പരിചയമില്ലാത്ത കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എന്തുണ്ടാവും, അതുവഴി നമുക്ക് അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മള് നല്ല പ്രിപ്പറേഷൻസ് നടത്തും. ഓക്കെ, JRF ക്ലബ്ബ്, അതേപോലെ ടെസ്റ്റുകളൊക്കെ നമ്മൾ മാക്സിമം എത്രത്തോളം ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു നേട്ടം നമുക്ക് ഉണ്ടാകും. ഇപ്പൊ ചില ആളുകൾ എങ്ങനെ ആയാലും ഫസ്റ്റത്തെ 2 ദിവസം മോട്ടിവേറ്റഡ് ആവും, പിന്നെ ഡൗൺ ആവും. അപ്പൊ അത്തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങളെ മാസാമാസം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട്, ഇതിൽ പൈസ വേണ്ട എന്നുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പൈസ തീരെ വേണ്ട, എനിക്ക് പൈസയോട് ഒരു താല്പര്യമില്ല, അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും.
അല്ലെങ്കിൽ എനിക്ക് പൈസ വേണം എന്നാണ് എന്റെ ആഗ്രഹം. ഏതാണോ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് അതൊന്ന് കമന്റ് ചെയ്യും. ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരാ? പൈസ വേണമെന്നും ചിന്തിക്കുന്നില്ല, വേണ്ടാന്നും ചിന്തിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ആണോ? ഏഹ് രണ്ടാൾക്ക് വേണം, ബാക്കിയുള്ളവർക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഞാനിപ്പോ ആർക്കും പൈസ തരണമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോ അങ്ങനെ വിചാരിക്കണ്ട, ഞാനിപ്പോ പൈസ വിതരണം ഇവിടെ നടത്തുന്നില്ല. പൈസ വേണം അല്ലേ? അപ്പോ എമൗണ്ട് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് UGC നൽകുന്ന ഫെലോഷിപ്പ് എമൗണ്ട് ആണ് 37. നിങ്ങൾ ജൂനിയറിൽ നിന്ന് സീനിയറിലേക്ക് 2 വർഷം കഴിഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അപ്ഗ്രേഡ് ആവുന്ന സമയത്ത് 42 ആണ് നിങ്ങളുടെ ഫെലോഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത്. പ്ലസ് നിങ്ങളുടെ ഏരിയക്ക് അനുസരിച്ച് നിങ്ങൾ ഈ PhD ചെയ്യുന്ന ഈ കോളേജ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് HRA ഉണ്ടാക്കും. ചിലപ്പോ 9%, ചിലപ്പോ 20%, ചിലപ്പോ 30%, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ 37ന്റെ 30% എന്ന് പറയുമ്പോ എത്രയായി? വീണ്ടും 10,000 മേലെ കൂടിയില്ലേ? അപ്പൊ ആ രീതിയിൽ നമുക്ക് കുറെ കൂടി നല്ല അവസരങ്ങൾ, സാമ്പത്തികമായിട്ട് ഫൈനാൻഷ്യലി നല്ല ബെനിഫിറ്റ് പഠിക്കാൻ നമുക്ക് ഉണ്ടാവുന്നു. അപ്പൊ ഇത്രയും ഭീകരമായ ഒരു എമൗണ്ട് വേണ്ട എന്ന് വെക്കാൻ മാത്രം നിസ്വാർത്ഥരായിട്ടുള്ള, പണത്തോട് അങ്ങേയറ്റം വിപ്രതിപത്തിയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോടൊന്നും പറയാനില്ല. ഓക്കെ. ഇനി അതല്ല, ഇതൊക്കെ വേണമെന്ന് സാഹചര്യം എങ്ങനെയാണ്, എനിക്ക് പൈസ വേണം, പഠിക്കണം നന്നായിട്ട്, ഇങ്ങനെയാണെങ്കിൽ ദീസ് ടൈം ഫോർ യു എന്നുള്ളതാണ് വീണ്ടും പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങളാണ്, നിങ്ങൾക്ക് വലിയ വലിയ റിസർച്ച് പ്രൊജക്ടിന്റെ ഭാഗമാകാൻ പറ്റും. ഒരുപാട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളത് മാത്രമല്ല, റിസർച്ച് സ്കോളർ എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റ് മേഖലയിലെ ചെറിയ ചെറിയ പോസ്റ്റുകളിലേക്ക് പോലും നിങ്ങൾ ഈ പഠിച്ച കണ്ടന്റുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാൻ പറ്റും. അപ്പൊ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഈ സിലബസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ജോലികളിലേക്കുള്ള ഒരു കണ്ടന്റ് കൂടി അറിയാതെ തന്നെ നിങ്ങൾ സ്വായത്താക്കുകയാണ്. ഓക്കെ. അപ്പൊ ആ കാര്യങ്ങള് വളരെ നല്ല രൂപത്തിൽ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോ സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ യൂണിറ്റുകൾക്കും കൃത്യമായ ദിവസങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പൊ യൂണിറ്റ് 1 അത്യാവശ്യം വലിയ യൂണിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു 7 ദിവസം അതിനു വേണ്ടി ചെലവഴിക്കണം. യൂണിറ്റ് 2 അതിന് നമ്മളൊരു 4 ദിവസം ചെലവഴിക്കണം. യൂണിറ്റ് 3 അതിന് നമ്മൾ ഒരു 5 ദിവസം ചെലവഴിക്കേണ്ടി വരും. യൂണിറ്റ് 4 നമ്മൾ ഒരു 5 ദിവസം ചെലവഴിക്കേണ്ടി വരും. യൂണിറ്റ് 5 ഒരു 4 ദിവസം. യൂണിറ്റ് 6 ഒരു 4 ദിവസം ചെലവഴിക്കേണ്ടി വരും. യൂണിറ്റ് 7 ഏറ്റവും വലിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മള് 9 ദിവസം എന്ത് ചെയ്യേണ്ടി വരും? യൂണിറ്റ് 7 വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടി വരും. ഓക്കെ. യൂണിറ്റ് 8 വളരെ ചെറിയ യൂണിറ്റ് ആണ്, നമുക്കൊരു 3 ദിവസം മതിയാകും. യൂണിറ്റ് 9 ഒരു മീഡിയം ലെവലുള്ള യൂണിറ്റ് 1 പോലെയുള്ള ഒരു യൂണിറ്റ് ആണ്. അതിന് നമുക്ക് ഏറെക്കുറെ ഒരു 5 ദിവസം നമ്മൾ ചെലവഴിക്കേണ്ടി വരും. പിന്നീട് ബാക്കിയുള്ള ഒരു 6 ദിവസം നമ്മൾ ചെലവഴിക്കേണ്ടി വരും യൂണിറ്റ് 9 സംബന്ധിച്ചിടത്തോളം. എന്നാൽ യൂണിറ്റ് 10 ചോദ്യങ്ങൾ കൂടുതലായിട്ടൊക്കെ വരാറുണ്ട്, പക്ഷെ പഠിക്കുന്നതിന് ചില ലിമിറ്റുകൾ ഉള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. കാരണം യൂണിറ്റ് 10 ഒന്ന് അതിന്റെ ഭാഗം നമുക്കറിയാം നെഹ്വാണ്. അത് കുറെ കൂടി നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ബാക്കിയുള്ളത് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ ഏത് ഭാഗത്തു നിന്ന് എങ്ങനെയാവാം, അല്ലെങ്കിൽ പത്രങ്ങളിൽ വരുന്ന പ്രയോഗം എങ്ങനെയും ചോദിക്കാം. അപ്പൊ അതിന് കൃത്യമായിട്ട് നമുക്കൊരു ബൗണ്ടറി നിശ്ചയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോൾ അത് പ്രയാസത്തിലാവും. എന്തെന്നാൽ നമുക്ക് പഠിക്കുന്നതിന്റെ ഒരു അതിർത്തി നമുക്ക് അത്ര സിമ്പിൾ ആയിട്ട് നിർണ്ണയിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു പ്രയാസമാണ്. ഓക്കെ. മറ്റൊന്ന് അറബ് വേൾഡ് ആണ്. അതും കുറെയൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിൽ 50 ദിവസങ്ങളെ കൊണ്ട് നമ്മൾ സിലബസ് എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും നമ്മൾ കവർ ചെയ്യുന്നു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PYQs വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീടുള്ള 5 ദിവസങ്ങളിൽ നമ്മൾ 2018
ജൂണ്, ഡിസംബർ, 19 ജൂണ്, ഡിസംബർ 20, 21, 22 ജൂണ്, 22 ഡിസംബറിൽ നടന്നത്, 23 ജൂണിൽ, 23 ഡിസംബറിൽ, 24 ജൂണിൽ, 24 ഡിസംബർ, 25 ജൂൺ. ഇങ്ങനെ 13 സെറ്റുകളെങ്കിലും നമുക്ക് ചെയ്തു തീർക്കാനുള്ള ദിവസമാണ് ബാക്കിയുള്ള 5 ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് പഠിക്കാൻ ശ്രമിച്ചാൽ, നമുക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ റിസൾട്ടിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി അതല്ല, നമ്മള് ചില രീതിയിൽ മാത്രമേ നമുക്ക് സമയം കിട്ടുന്നുള്ളൂ എങ്കിൽ ആ കിട്ടുന്ന സമയം ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അപ്പൊ ആ രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കാനും പറയുവാനുമുള്ളത്. ഓക്കെ. അപ്പൊ പേപ്പർ 1നും ഇതേപോലെ തന്നെ സ്റ്റഡി പ്ലാൻ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ഓരോ യൂണിറ്റുകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മെറ്റീരിയൽ വായിക്കേണ്ടതും ലൈവായിട്ട് കാര്യങ്ങള് ആപ്പിൽ നമ്മൾ കാണേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ആ രീതിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താൽ ചില യൂണിറ്റുകൾക്ക് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. ചില യൂണിറ്റുകൾ ഡീപ്പായിട്ട് വായിക്കേണ്ടി വരും. ചില യൂണിറ്റുകൾ പെരിഫറൽ ആയിട്ട് വായിച്ചാൽ മതിയാകും. അപ്പൊ ഓരോ യൂണിറ്റുകളുടെയും റെലവൻസ് അനുസരിച്ചുകൊണ്ട്, അതിന്റെ ഒരു നാച്ചർ അനുസരിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എക്സാമിൽ കോൺഫിഡൻസോടുകൂടി ക്വസ്റ്റ്യൻസുകളെ നേരിടാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മറ്റുള്ള കുട്ടികളെക്കാൾ പിറകിലാവും. ആ പിറകിലാകുമ്പോ സ്വാഭാവികമായിട്ടും റിസൾട്ടും പിറകിലാവും. അപ്പൊ നിങ്ങൾ ആശങ്കകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് പഠിക്കാൻ ഞാൻ ഓക്കെയാണ്, എത്തുന്ന സമയത്തോളം അല്ലെങ്കിൽ കഴിയുന്ന സമയത്തോളം പഠിക്കും. അത് ആത്മവിശ്വാസത്തോടെ നമ്മൾ നിലനിർത്തും. പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ആത്മവിശ്വാസത്തിലാവുക. പഠിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക. നമ്മൾ 10 കാര്യങ്ങൾ പഠിച്ചു, 15 കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ പഠിച്ച 10 കാര്യങ്ങളിൽ ആത്മവിശ്വാസം ഉള്ളവരാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കാണിക്കുന്ന ഒരു സ്വഭാവം പഠിക്കാത്ത 15 കാര്യങ്ങളെ കുറിച്ച് ആശങ്കപ്പെടും. എന്തിനാണ് അങ്ങനെ ആശങ്കപ്പെടുന്നത്? എന്നിട്ട് സംഭവിക്കുക എന്താ? ഈ 10 കാര്യങ്ങളും മറന്നുപോകും. അവസാനം 25ഉം പഠിക്കാത്തവരായി നിങ്ങൾ മാറും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദാരുണമായ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ പഠിച്ച കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, അതിൽ ആത്മവിശ്വാസം ഉള്ളവരായി ഉയരുക. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓക്കെ. ഇത് നിങ്ങളെ റെഡിയായിട്ട് പ്രയോഗത്തിൽ വരുത്തും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ള ചില സംഗതികള്, എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഈ 7-ാം തീയതി അവസാനിക്കാൻ പോവാം. അതിന് മുന്നേ ആയിട്ട് നിർബന്ധമായും അപ്ലൈ ചെയ്യണം. അവസാന ദിവസത്തേക്ക് വെക്കാൻ നിൽക്കരുത്. പ്രയാസപ്പെടും. പല കാരണങ്ങളാൽ ഒരു പക്ഷെ നമുക്ക് നമ്മുടെ പ്രൊസീജിയേഴ്സ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സൈറ്റ് ഹാങ് ആവും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരും. അതുകൊണ്ട് നീട്ടി വെക്കാതിരിക്കുക. എക്സാം 31 ഡിസംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതില് നമ്മൾ ഓർമ്മയിലുണ്ടാവും അത്തരം ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് ഓരോ ദിവസവും നമുക്ക് ഓർമ്മ ഉണ്ടാവണം. നമ്മുടെ സ്റ്റഡി പ്ലാനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ദിവസവും അത് ഓർമ്മ ഉണ്ടായിരിക്കണം. നമ്മൾ വീട്ടിലൊക്കെ പഠിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കലണ്ടർ പോലെ ലെഫ്റ്റ് 42 ഡേയ്സ് ലെഫ്റ്റ്, 40 ഡേയ്സ് ലെഫ്റ്റ്, 10 ഡേയ്സ് ലെഫ്റ്റ്, ആ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ. ലെഫ്റ്റ് സ്പേസ് ഡേയ്സ് എന്നിട്ട് വലുതാക്കിയിട്ട് അവിടെ 40, 39, 38, 37, 36, അങ്ങനെ നമ്മൾ പരീക്ഷയോട് സീരിയസ് ആയി വരണം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച്. അല്ലാതെ ഡൗൺ ആയി പോവല്ല വേണ്ടത്, സീരിയസ് ആവാൻ വേണ്ടത്. കാരണം അടുക്കും തോറും നമ്മൾ എന്താവണം? കുറെ കൂടി ജാഗ്രത നമ്മൾ ഉണ്ടാവണല്ലോ. ഓക്കെ. അതേപോലെ വളരെ സിസ്റ്റമാറ്റിക് പഠിക്കുന്ന ആളുകൾക്കാണ് റിസൾട്ട് കിട്ടുക. 10 മണിക്കൂർ പഠിക്കുന്ന അലസമായി പഠിക്കുന്ന ഒരാളേക്കാൾ 6 മണിക്കൂർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ആൾക്കാണ് റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാൻ, നിങ്ങൾ പഠിക്കാൻ സന്നദ്ധരാണ്, നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്, ആ പഠനത്തെ സിസ്റ്റമൈസ് ചെയ്യുക, അതിനെ കുറെ കൂടി സ്ട്രക്ചേർഡ് ആക്കുക. ഇതാണ് നമ്മൾ എന്താകുന്നത് ഈ പഠനം കൊണ്ട്, ഈ സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നവർക്കാണ് റിസൾട്ട് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് എനിക്ക് റിസൾട്ട് വേണം എന്ന് നമ്മൾ ഉറപ്പിക്കുക. ഓക്കെ. ഈ ക്രാഷ് കോഴ്സിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് ഐഫറിന്റെ ആപ്പില് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ.
PYQ ഡിസ്കഷൻ അത് നിങ്ങൾക്ക് കിട്ടും, ലൈവായിട്ട് കിട്ടും. ലൈവായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡിങ് ഉപയോഗപ്പെടുത്താം. ടെസ്റ്റുകൾ എല്ലാ യൂണിറ്റുകളുടെയും കാറ്റഗറൈസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റ്, ഓരോ യൂണിറ്റുകളുടെ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ഓരോ യൂണിറ്റ് വൈസ് ആക്കി നമ്മൾ കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വീക്കിലിയും മന്ത്ലിയും ഒക്കെ ഉണ്ടാകുന്ന വീക്ക്ലി മെഗാമോക്കും മന്ത്ലി മോഡൽ ടെസ്റ്റുകളും പിന്നെ ARF, ഇങ്ങനെയുള്ള ടെസ്റ്റുകളുടെ ഒരു ബാഹുല്യം ഇതൊക്കെ നമുക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ വളരെ കൂടുതലായിട്ട് നമ്മള് എക്സാം എഴുതാനും പഠിക്കാനും റിസൾട്ട് കിട്ടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, പഠനത്തിലേക്ക് പ്രവേശിക്കുക, സമയം വൈകാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് ഒരു യൂണിറ്റുകളെ റെലവൻസ് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 1 വളരെ പ്രധാനമാണ്. 10 to 15% വരെ പ്രാധാന്യമുണ്ട്. എന്നാൽ 10 to 15 വരെയൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവാം. യൂണിറ്റ് 2 to 5 to 6%, യൂണിറ്റ് 3 എന്ന് പറയുന്നത് 4 to 12 ചോദ്യങ്ങളൊക്കെ വരെ ചിലപ്പോൾ വന്നേക്കാം. യൂണിറ്റ് 4 to 10 വരെ ചോദ്യങ്ങൾ വരാം. യൂണിറ്റ് 5 6 to 11 വരെ ചോദ്യങ്ങൾ വരാം. യൂണിറ്റ് 6 3 to 8 വരെ ചോദ്യങ്ങൾ വരാം. യൂണിറ്റ് 7 11 to 16 വരെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. യൂണിറ്റ് 8 വളരെ ചെറിയ യൂണിറ്റ് ആണ്, അത് 3 മുതൽ 5 വരെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. യൂണിറ്റ് 9 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ്. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്കറിയാലോ. യൂണിറ്റ് 2 എന്ന് പറയുന്നത് അബ്ബാസി കാലഘട്ടം വരെയുള്ള പ്രോസ് ആണ്, ഖുർആൻ, ഹദീത്ത്, ഇസ്ലാമിക് ഹിതാബ, ഇതൊക്കെ അവിടെയാണ് വരുന്നത്. യൂണിറ്റ് 3 മഹജറും ഉന്ദുലുസുമാണ്. യൂണിറ്റ് 4 ജാഹിലി കാലം മുതൽ മോഡേൺ കാലം വരെയുള്ള നഖദുമാണ്, ക്രിറ്റിസിസ് ആണ്. യൂണിറ്റ് 5 ഇൽമുൽ ബലാഗയും പിന്നെ ഇൽമുൽ അറൂദുമാണ്. യൂണിറ്റ് 6 ഒരു 15-17 പുസ്തകങ്ങളുടെ പഠനമാണ്, അതിന്റെ ഓതേഴ്സിനെ കുറിച്ചും പഠിക്കാം. യൂണിറ്റ് 7 എന്ന് പറയുന്നത് മോഡേൺ ലിറ്ററേച്ചർ ആണ്, കവിത, കഥ, നോവല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലിറ്ററേച്ചറാണ്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് വളരെ ചെറിയ മോഡേൺ ലിറ്റററി മൂവ്മെന്റുകളും ട്രെൻഡുകളും പരിചയപ്പെടുത്തുന്ന യൂണിറ്റ് ആണ്. യൂണിറ്റ് 9 എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ്, കവിതകള്, കവികള്, പ്രോസ് ഇതിന്റെ ആളുകള്, പിന്നെ ചില പ്രധാനപ്പെട്ട 9 പുസ്തകങ്ങൾ ഇന്ത്യയിൽ നിന്ന് എഴുതപ്പെട്ടിട്ട്. പിന്നെ യൂണിറ്റ് 10 ഞാൻ നേരത്തെ പറഞ്ഞു, ട്രാൻസ്ലേഷന്, പത്രത്തിലൊക്കെ വരുന്ന പ്രയോഗങ്ങള്, നെഹവുകള്, ഇങ്ങനെ ലിംഗ്വിസ്റ്റിക് ആപ്ലിക്കേഷൻ, പിന്നെ അറബ് വേൾഡ്. ഇതാണ് യൂണിറ്റ് 10ന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 2 പാരഗ്രാഫ് വരും നമ്മുടെ ഭാഷാശേഷി അളക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ 10 ക്വസ്റ്റ്യൻ ആയി. പിന്നെ അല്ലാതെ അറബ് വേൾഡിനെ കുറിച്ചോ ട്രാൻസ്ലേഷനെ കുറിച്ചോ നെഹവിനെ കുറിച്ചൊക്കെ വേറെയും ചോദ്യങ്ങൾ, ഇങ്ങനെ ചിലപ്പോൾ 15 25 ചിലപ്പോൾ 30 വരെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഭാഗമാണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഒരു സിലബസിലെ യൂണിറ്റുകളുടെ അവസ്ഥ ഇതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, കുറെ കൂടി കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയി പഠിക്കുന്ന ആളുകൾക്കാണ് നല്ല റിസൾട്ടുകൾ ഉണ്ടാകുന്നത്. നല്ല സ്റ്റഡി ടെക്നിക്കുകൾ നിങ്ങളുടെ കൈവശത്തിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ടിക്സ് കുറെ എക്സാമിന്റെ ടിപ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് കഴിയുന്നത് തന്നെയാണ് JRF. നിങ്ങൾ നിങ്ങളെ ആത്മവിശ്വാസത്തിൽ എടുക്കണം. ഓക്കെ, നന്നായിട്ട് സ്മാർട്ടായിട്ട് നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ക്രാഷ് കോഴ്സിന്റെ ഭാഗമാവാനുള്ള അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ ഇനി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഹലോ, എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം? സാറെ പേപ്പർ 1 കൂടി ഇതുപോലെ ഒന്ന് പറയൂ. പേപ്പർ 1 പറഞ്ഞല്ലോ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, പീപ്പിൾ എൻവയോൺമെന്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതേപോലെ ഹയർ എഡ്യൂക്കേഷൻ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്സ്, ഇങ്ങനെ 10 യൂണിറ്റ് ഉള്ളത്. ഇതിൽ മാത്സ് എന്നൊക്കെ ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ അറബിക്കിലെ ആളുകൾക്ക് പലപ്പോഴും മാത്സ് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മള് ബാക്കിയുള്ളത് പഠിക്കുമ്പോൾ പഠിക്കുക, കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മള് ബാക്കിയുള്ളതിന് കൊടുക്കേണ്ട സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് ഒരു മിനിമം ലെവൽ അല്ലെങ്കിൽ നോർമലി നമ്മൾ ബാക്കിയുള്ളതിന് പഠിക്കുന്നത് പോലെ അതും പഠിക്കുക. എന്നിട്ട് തിരിയുന്നില്ലെങ്കിൽ അത് നല്ല സ്കിപ്പ് ചെയ്യാം. ലോജിക്കൽ റീസണിങ് ഈ ദർസിലൊക്കെ പഠിച്ച ആളുകൾക്ക് കുറെ കൂടി ഈസി ആയിരിക്കും, നമ്മുടെ മന്തിക്ക് തർക്കശാസ്ത്രം. പിന്നെ അതിൽ വരുന്നത് ഒന്ന് തിയററ്റിക്കലാണ്, ഇന്ത്യൻ ലോജിക്, ഇന്ത്യൻ ഈ സിലോജിസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ചില കാര്യങ്ങളൊക്കെ തിയററ്റിക്കൽ ആയിട്ടാണ്. ബാക്കി ടീച്ചിങ്ങും റിസർച്ചും കുറെ കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കി മനസ്സിലാക്കി കുറെ തിയറികൾ അത്തരം ഭാഗങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ അത് നമ്മള്
നന്നായിട്ട് ഫാക്ച്വലി മനസ്സിലാക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷനും ICT ഒക്കെ കുറെ കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അത് കൂടുതലായിട്ട് ടൈം എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതല്ല. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ വളരെ വിശാലമായിട്ടുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രം, ആൻഷ്യന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മള് ഫാക്ച്വൽ ആയിട്ട് തന്നെ വായിച്ചു പോകാവുന്ന ഒരു സാധനമാണ്. പിന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ഫസ്റ്റ് ഒരു പേപ്പർ വണ്ണിൽ ഒരു ടേബിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് പ്രോഫിറ്റ് ലോസ് ഒക്കെ അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നന്നായി പഠിച്ചാൽ 5 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് പ്രോബ്ലം എഴുതിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒന്നാമത്തെ ഉത്തരത്തിന്റെ പ്രോബ്ലം ഒക്കെ ചിലപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ ആവശ്യമാണ്. ഇപ്പൊ മനക്കണക്ക് മാത്രമല്ല തെറ്റിപ്പോയി എഴുതി വെച്ച് ചെയ്താൽ രണ്ടാമത്തേനും മൂന്നാമത്തേനൊക്കെ നമുക്ക് സമയം ലാഭിക്കാം. ചിലപ്പോൾ ചില ആളുകൾ അതിൽ ഒരുപാട് ടൈം എടുത്തിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള സമയം നഷ്ടപ്പെടുത്തും. അത് ഉണ്ടാവരുത്. പിന്നെ പീപ്പിളുടെ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ്, പീപ്പിൾ ഡെവലപ്മെന്റ് അതേപോലെ ഉള്ള ഈ PD എന്ന് പറയുന്ന യൂണിറ്റ്, അത് കുറെ നമ്മുടെ എനർജികളെ സോഴ്സുകളെ കുറിച്ചിട്ട് UN ബന്ധപ്പെട്ട കുറെ ചാപ്റ്റർ, അങ്ങനെ കുറെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ക്ലൈമറ്റ് സമ്മിറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ്. അതും പറഞ്ഞ മാതിരി ചിലപ്പം നമുക്ക് വൈഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അതിന് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ട. നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതില് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, അത് അത്തരം ഡീറ്റെയിൽസുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ള നമ്പർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഫാത്തിമാസന ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അവസാനിപ്പിക്കാനല്ലേ? ഇൻഷാ അല്ലാഹ് ഈ ഒരു QR കോഡൊക്കെ നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ അഡ്മിഷന്റെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാൻ, സമയം അവസാനിക്കുകയാണ്. ഓക്കെ, അവസാനിപ്പിക്കാനല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.